ഗാംഭീര്യമാണ്, എന്തൊരു ആകർഷകമാണ്, ഇതെന്തൊരു അത്ഭുത. അത് അല്ലാഹു തആല എനിക്ക് തന്ന മുഅ്ജിസത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ വാക്ക് ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഒരൊറ്റ വാക്കും മാറ്റി പറഞ്ഞിട്ടില്ല. ഇതേ മുഅ്ജിസത്താണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് അല്ലാഹു തആല കൊടുത്തത്. മുഅ്ജിസത്ത് അമ്പിയാക്കൾക്കാണ്, അത് ഔലിയാക്കൾക്ക് കിട്ടുമ്പോൾ കറാമത്താണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ആ മുഅ്ജിസത്ത് ബഹുമാനപ്പെട്ടവർക്ക് കറാമത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്നു. കണ്ടങ്ങള് ഇയാളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെരണ്ടിവാൽ അച്ചാറിൽ മുക്കിയിട്ട് തച്ചിട്ട് ഊളമ്പാറിൽ എത്തുന്നത് വരെ ഇയാളൊക്കെ തല്ലണം. എന്താ ഇയാള് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത മുഅ്ജിസത്തുകൾ മുഴുവനും കാന്തപുരത്തിന് കറാമത്തായിട്ട് കൊടുത്തിട്ടുണ്ടെന്നോ? എവിടെ എത്തിപ്പോയി വാക്ക്? അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് എവിടൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ പറഞ്ഞു നിർത്തിയില്ല. പിന്നെ ഇയാൾ പറയുന്നതാണ് അപ്പോഴൊക്കെ മറ്റയാള് സ്റ്റേജിലിരിക്കുമ്പോ പറയണ്ടേ ഞാൻ അങ്ങനൊന്നും അല്ലാന്ന്. ഇയാൾ അതിന്റെ തിരുത്തണില്ലാന്ന്. ഇയാളിങ്ങനെ കേട്ടിട്ട് ചിരിക്കന്നെയാണ്, ഞാൻ അങ്ങനെ തന്നെയാണെന്ന് സാക്ഷ്യന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അതിങ്ങനെ അംഗീകരിക്കന്നെയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞെന്താ കാര്യങ്ങള്? അമ്പിയാക്കളിൽ നബി തങ്ങളെപ്പോലെ, മലക്കുകളിൽ ജിബിരീലിനെ പോലെ, ഔലിയാക്കന്മാർ അലിയാർ തങ്ങളെപ്പോലെ ലോകത്തൊരാളുണ്ടെങ്കിൽ അത് ഫുലാനുബിന് ഫുലാനാണ്. അതിന് സാഹസിലത്ത് കിബീറും പാതാനി പറഞ്ഞോളൂ. ഇന്ന് ലോകത്ത് ഒരാളുണ്ടെങ്കിൽ അമ്പിയാക്കളിൽ അഷ്റഫുൽ ഖൽഖിന്റെ മാതിരി, അമ്പിയാക്കളിൽ മലായികത്തിൽ ജിബിരിലിന്റെ മാതിരി, ഔലിയാക്കളിൽ അലീമിനെ മാതിരി ഒരാൾ ലോകത്തുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മാത്രമാണ്. നോക്കിയാ നിങ്ങള് ഒരു മനുഷ്യൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയൊക്കെ സംസാരിച്ച രിദ്ദത്ത് സംഭവിച്ചു പോകും. ഇതിനു മുമ്പ് പലതും പറഞ്ഞിരുന്നു. നമ്മളാ വിഷയത്തിലൊന്നും കടക്കണില്ല. അതൊക്കെ പറഞ്ഞു പോയി. ഇപ്പൊ അതിലേറെ വലുത് അനുയായികൾ നേതാവിനെ സംബന്ധിച്ച് പറയാണ്. അപ്പൊ നേതാവ് ഇങ്ങനെ കുഞ്ഞാപ്പുവായിട്ട് ജാക്കിമ കയറി ഇങ്ങനെ കുളിയണ്ടായിട്ട് ഇങ്ങനെ പോകുക തന്നെയാണ്. അപ്പൊ തോന്നുന്നതാണ് ഞാനിപ്പോ ഏതാണ് റസൂലുള്ളാഹിനെ പോലെ മുഅ്ജിസത്തുള്ള ആളാണ്, കറാമത്തുള്ള ആളാണ്, ഞാൻ മലക്കൾ ജിബ്രീലിന്റെ മാതിരിക്കാണ്, നബി അമ്പിയാക്കന്മാർ നബിന്റെ മാതിരിക്കാണ്, ഔലിയാക്കന്മാർ അനുയായി തങ്ങളെ മാതിരിയാണ്. ഇതൊക്കെയാണല്ലോ എന്നെ പറ്റി അനുയായികൾ പറയണത്. അപ്പൊ ഞാൻ കാര്യപ്പെട്ട ആൾ തന്നെയാണെന്ന് മൂപ്പര് ജാക്കിമ പൊന്താണ്. പക്ഷെ ഇതൊക്കെ പടച്ചവരോട് മറുപടി പറയേണ്ടി വരും. ഈ നിലക്കുള്ള വിശ്വാസമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പോകാൻ ഒരൊറ്റ SSF കുട്ടികൾ ഉണ്ടാവൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.